നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആലീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. ചെറുതുരുത്തി കിള്ളിമംഗലം റോഡിന്റെ പൂർത്തീകരണോദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രധാന യാത്രാമാർഗമായ ചെറുതുരുത്തി കിള്ളിമംഗലം റോഡിന്റെ പൂർത്തീകരണോദ്ഘാടനം മേച്ചേരിക്കുന്ന് പരിസരത്ത് നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് വണ്ടി ഓടിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. അത്രയും ഒരു അന്തസ്സുണ്ട്. പക്ഷേ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ റൂട്ടിൽ കൂടെയാണ് ഓടിക്കുന്നതെന്നുള്ള നല്ല ഓർമ്മയുണ്ടാവും. ഞാൻ മാത്രമല്ല വണ്ടി ഓടിക്കുന്നത്, മറ്റൊരാളും വണ്ടി ഓടിക്കുന്നത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുന്ന സ്ഥിതി. റോഡ് നന്നായത് കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായെന്നുള്ള ചീത്തപ്പേരും ഉണ്ടാകുന്നത്. റോഡ് നന്നാവുന്നത് നല്ലതാണ്, പക്ഷേ അപകടം ഉണ്ടാകുമ്പോഴോ അത് ദോഷമാണ് അല്ലേ? അപ്പം നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ റോഡുകളും BMPC ആയി കഴിഞ്ഞു. ഇനി ഒരു 1-2 റോഡ് മാത്രമാണ്. ആ 1-2 റോഡുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഉണ്ടാകുന്ന പോലെയുള്ള റോഡ് നമ്മുടെ ഈ ചേലക്കര മണ്ഡലത്തിലും ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനമാണ്, സന്തോഷമുള്ള കാര്യമാണ്. അവശേഷിക്കുന്ന റോഡുകൾ കൂടി നമുക്ക് അതിവേഗം ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കണം. പിന്നീട് MLA സൂചിപ്പിക്കുന്ന നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതിയാണ്. ജൽജീവൻ മിഷൻ പദ്ധതി വന്നതോടുകൂടി നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം പൊളിച്ചിരുന്ന സ്ഥിതിയാണ്. അതിന് പൈസ കിട്ടാൻ വേണ്ടിയുള്ള താമസമുണ്ട്. ഇപ്പോൾ പൈസ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, പണി ആരംഭിച്ചിട്ടുണ്ട്. ചേലക്കര MLA യുവ പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലവാരത്തിലുള്ള റോഡുകളായി മാറും എന്ന കാര്യത്തിൽ സംശയം. ഇനി നമ്മളെ സംബന്ധിച്ചൊരു ചെറിയ പ്രയാസം, ഗ്രാമീണ റോഡുകളിൽ പലതും കുടിവെള്ളത്തിൻ്റെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വർഷങ്ങളായി ഘട്ടഘട്ടമായി ചെയ്ത് പൂർത്തീകരിച്ച് വന്ന റോഡുകളെല്ലാം ഒറ്റ കൊല്ലം കൊണ്ടാണ് വിവിധ കരാറുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി പൊളിച്ച് പിന്നീട് ആ പണി നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക നമുക്ക് സംസ്ഥാനത്ത് കിട്ടേണ്ട പണത്തിനൊരു നിയന്ത്രണം വന്നപ്പോൾ അവരത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകും. ഗ്രാമപഞ്ചായത്തുകളെല്ലാം പലതും അവരുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാനും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ PWD റോഡുകളെല്ലാം മികച്ച രീതിയിൽ ആയിട്ടുണ്ട്. ഇന്ന് നോക്കൂ, ഇന്ന് പത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാം, കിഫ്ബി എന്നൊരു സംവിധാനം കേരളത്തിൽ കൊണ്ടുവരികയും 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. റോഡിന്റെ ശിലാഫലകം ആലത്തൂർ MP K രാധാകൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാകേഷ് റോഡ് നിർമ്മാണത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP സുചിത്ര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ്, ബിന്ദു V, വത്സല, M സുലൈമാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സ്മിത നന്ദി രേഖപ്പെടുത്തി. പുതിയ റോഡിന്റെ പൂർത്തീകരണം ഈ പ്രദേശങ്ങളിലെ യാത്രാ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരമാകും. CCV ന്യൂസ്, പാഞ്ഞാൾ.